മനുഷ്യനെ ആശ്രയിച്ച് ജീവിക്കാൻ താല്പര്യമുള്ള ഒരു പക്ഷിയാണ് കാക്ക. ലോകത്തിൽ മിക്ക രാജ്യങ്ങളിലും കാക്കയുണ്ട്. ഗ്രാമങ്ങളിലും ചെറു പട്ടണങ്ങളിലുമായി ഇവയെ കൂടുതലായി കാണുന്നത്. മനുഷ്യവാസമില്ലാത്ത സ്ഥലങ്ങളിൽ കാക്കയുടെ സാന്നിധ്യം അപൂർവമാണ്. അറിഞ്ഞും അറിയാതെയും മനുഷ്യൻ ഉപേക്ഷിക്കുന്ന മാലിന്യങ്ങളെ കാക്കകൾ ഭക്ഷിക്കുന്നുണ്ട്. അതിനാൽ പരിസരങ്ങളിലെ മാലിന്യ നിർമ്മാർജ്ജനം ചെയ്യുന്നതിൽ ഒരു പരിധിവരെ കാക്കകൾ മനുഷ്യരെ സഹായിക്കാറുണ്ട്. ഏറ്റവും ബുദ്ധിയുള്ള പക്ഷി കാക്കയെന്നാണ് പൊതുവെ വിശേഷിപ്പിക്കാറ്. അതിനാൽ ഇവയുടെ ആവാസ വ്യവസ്ഥ, ജീവിതശൈലി മറ്റ് പക്ഷികളിൽ നിന്നും വ്യത്യസ്തപ്പെട്ടിരിക്കുന്നു. അതിനാൽ കാക്കയുടെ പക നേരിടേണ്ടി വന്നതും ജീവിതം തന്നെ അതുമൂലം ദുസ്സഹമായതും EHN ലൗദർ തൻ്റെ ഇന്ത്യൻ ഒരു പക്ഷി ഫോട്ടോഗ്രാഫർ എന്ന പുസ്തകത്തിൽ വിവരിക്കുകയുണ്ടായി. കാക്കയെപ്പറ്റി പലതരത്തിലുള്ള ഐതിഹാസ്യങ്ങളുണ്ട്. ശനി ഭഗവാന്റെ വാഹനം കാക്കയാണെന്നും അങ്ങനെ ഒട്ടനവധി വേദങ്ങളിലും ബൈബിളുകളിലും പറയുന്നുണ്ട്. ചില മതങ്ങൾ കാക്കകളെ നല്ലവരായി കാണുമ്പോൾ മറ്റു ചിലവ പൈശാചികമായി ചിത്രീകരിക്കുന്നു. ഇപ്പോൾ കാക്കകൾ ആവാസ വ്യവസ്ഥയെ തന്നെ തകർക്കാൻ പോകുന്ന ഭീകര ജീവിയാണ് കിഴക്കൻ ആഫ്രിക്കൻ രാജ്യമായ കെനിയയിലെ സർക്കാർ പറയുന്നത്. അതിനാൽ 2024 അവസാനത്തോടെ 10 ലക്ഷത്തോളം കാക്കകളെ കൊന്നൊടുക്കാനുള്ള ഒരുക്കത്തിലാണ് കെനിയൻ സർക്കാർ. അതിൽ എടുത്തു പറയേണ്ട കാര്യം എന്തെന്നാൽ ഇന്ത്യൻ കാക്കകൾ കടന്നുകയറ്റക്കാരാണെന്നും അവ തങ്ങളുടെ രാജ്യത്തെ തനത് ജന്തുജാലങ്ങൾക്ക് കടുത്ത അതിജീവന പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുമാണ്. അതിനാലാണ് കാക്കകളുടെ കൂട്ടക്കുരുതിക്ക് കെനിയ ഒരുങ്ങുന്നതെന്നുമാണ് വിശദീകരണം. ഇത് സാധൂകരിക്കുന്നതാണ് കെനിയൻ വൈൽഡ് ലൈഫ് സർവീസ് ഉദ്യോഗസ്ഥരുടെ കണ്ടെത്തൽ. മാത്രമല്ല, കർഷകർക്കും വിനോദസഞ്ചാരികൾക്കും ശല്യമുണ്ടാക്കുന്നതിലൂടെ ഹോട്ടലുകൾക്കും ഇന്ത്യൻ കാക്കകൾ വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുന്നതായി KWS ഡയറക്ടർ ജനറൽ പ്രതിനിധി വൈൽഡ് ലൈഫ് ആൻഡ് കമ്മ്യൂണിറ്റി സർവീസ് ഡയറക്ടർ ചാൾസ് മുസ്യോളിനി അവകാശപ്പെടുന്നുണ്ട്. അതേസമയം പൊതുവെ ഏഷ്യൻ രാജ്യങ്ങളിൽ കാണപ്പെടുന്ന കാക്കകളെയാണ് ഹൗസ് ക്രോ എന്ന് വിളിക്കുന്നത്. നമ്മുടെ നാട്ടിൽ സാധാരണയായി കണ്ടുവരുന്ന കവാത്തി കാക്കകളൊക്കെ ഈ ഗണത്തിൽപ്പെടുന്നവയാണ്. അതുകൊണ്ടാണ് കെനിയയിലെ പ്രാദേശിക ആവാസ വ്യവസ്ഥയിൽപ്പെട്ട പക്ഷിവർഗമല്ലെന്നും ഈ കാക്കകൾ രാജ്യത്ത് ജൈവാധിവേശമാണ് നടത്തുന്നതെന്നും KWS പറയുന്നുണ്ട്. ഒരു പ്രദേശത്തെ ജീവജാലങ്ങൾക്കും പരിസ്ഥിതിക്കും ഭീഷണി സൃഷ്ടിക്കുവാൻ കാരണമാകുന്നുണ്ടെന്ന് പഠനങ്ങൾ തെളിയിക്കുന്നുണ്ട്. കെനിയയിലെ പ്രശസ്ത പക്ഷി നിരീക്ഷകനും പക്ഷി സംരക്ഷകനുമായ കോളിൻ ജാക്സൺ ഇതിനെ പിന്തുണച്ചുകൊണ്ട് രംഗത്തെത്തിയിട്ടുണ്ട്. ഇത് ആദ്യമായല്ല കെനിയൻ സർക്കാർ ഇന്ത്യൻ കാക്കകളെ കൂട്ടത്തോട് കൊന്നൊടുക്കുന്നതെന്ന് KWS ഉദ്യോഗസ്ഥർ പറയുന്നു. 20 വർഷം മുമ്പ് ഇതുപോലെ വലിയ തോതിൽ ഇന്ത്യൻ കാക്കകളെ കൊന്നൊടുക്കിയിരുന്നു. എന്നാൽ മനുഷ്യനുമായി അടുത്തിണങ്ങി ജീവിക്കുന്ന കാക്കകൾ എന്ന നിലയിൽ ഇവ വീണ്ടും പെറ്റുപെരുകയായിരുന്നു. പ്രതികൂല സാഹചര്യങ്ങളെ അതിജീവിക്കാനുള്ള കാക്കയുടെ കഴിവ് അപാരമാണ്. അതുകൊണ്ടാണ് അവ വീണ്ടും ഈ പ്രദേശങ്ങളിൽ പെറ്റുപെരുകിയതെന്നും KWS ഉദ്യോഗസ്ഥർ കൂട്ടിച്ചേർത്തു. കാക്കകളെ ശാസ്ത്രീയമായ രീതിയിൽ കൊല്ലുവാനാണ് സർക്കാർ തീരുമാനം. ഹോട്ടൽ ഉടമകൾക്കും കർഷകർക്കും ഇവയെ വിഷം നൽകി കൊല്ലാനുള്ള അനുവാദവും നൽകിയിട്ടുള്ളതായി കെനിയയിലെ പെറ്റ് കൺട്രോൾ ആൻഡ് പ്രൊട്ടക്ട് ബോർഡ് അറിയിച്ചു. അതേസമയം അധിനിവേശ ജീവികളെ കൊല്ലാൻ വിഷം നല്ലതാണെന്ന് PCBBയുടെ വാദം.